Good morning, girls. Next chapter is shares and share capital. ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? എ പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി വിത്ത് വിച്ച് എ ബിസിനസ് ഇസ് സ്റ്റാർട്ടഡ്. സോ ഇറ്റ് ജനറലി മീൻസ് ദ മണി സബ്സ്ക്രൈബ്ഡ് ഇൻ പെർസ്യൂട്ട് ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. ഇനി ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഷെയർ എന്ന് പറഞ്ഞാൽ ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഫിക്സ്ഡ് എമൗണ്ട്. അതായത് ഷെയർ ക്യാപിറ്റൽ 1 crore എന്ന് പറയും നമ്മൾ. അപ്പോൾ അത് ഷെയർ ആയിട്ട് എങ്ങനെയാണ് കാണിക്കുക? ഇപ്പം 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച്, അല്ലെങ്കിൽ 1 lakh ഷെയർസ് ഓഫ് ₹100 ഈച്ച് എന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ അവിടെ അത് ഷെയർസ് ആയി. ഓരോ എന്താ പറയുക, ടോട്ടൽ ക്യാപിറ്റൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു എ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. Those units are known as shares. Okay, section 2 subsection 84 of Companies Act 2013 defines a share as: a share is a share in the share capital of a company and it includes stock എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഷെയർ ഇൻ എ കമ്പനി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് വൺ ഓഫ് ദ യൂണിറ്റ്സ് ഇൻ ടു വിച്ച് ദ ക്യാപിറ്റൽ ഓഫ് കമ്പനി ഇസ് divided. Okay, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി is ₹10 lakh. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 1 lakh ഷെയർസ് ഓഫ് 1 lakh യൂണിറ്റ്സ് ഓഫ് ₹10 ഈച്ച് ആണെങ്കിൽ യൂണിറ്റ് ഓഫ് ₹10 ഈച്ച് ഇസ് കോൾഡ് എ ഷെയർ ഓഫ് ദി കമ്പനി. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോക്ക് എന്താണെന്നുള്ളതാണ് നോക്കാൻ പോണത്. സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താ? ഷെയറിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇൻക്ലൂഡ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ദെയർഫോർ മീനിങ് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആഗ്രഗേറ്റ് ഓഫ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഓഫ് എ മെമ്പർ merged into ഫണ്ട് ഓഫ് ഈക്വൽ വാല്യൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. അതായത് ഇപ്പം 1 lakh ഷെയർസ് ഓഫ് ₹10 ഈച്ച് എന്ന് പറയുന്നതിന് പകരം ആ മെമ്പറിന് ഇങ്ങനെ അല്ല, എന്താ പറയുക, സ്റ്റോക്ക് ഓഫ് ₹10 lakhs എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് നോട്ട് സോ മെനി എന്താ പറയുക ഷെയർസ്. അപ്പോൾ സ്റ്റോക്ക് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫ്രാക്ഷൻസ് ഓഫ് എനി എമൗണ്ട് ആൻഡ് സച്ച് ഫ്രാക്ഷൻസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ലൈക്ക് ഷെയർസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് സ്റ്റോക്ക്. ഫസ്റ്റ്, ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. പക്ഷേ സ്റ്റോക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് ബി ഇഷ്യൂഡ് ഡയറക്ട്ലി. ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. ആ പോയിന്റ് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് ഡിഫറൻസ്, ഷെയർ ഹാസ് എ നോമിനൽ വാല്യൂ. എപ്പോഴും ഷെയർസ് ഓഫ് ₹100 ഈച്ച്, 10 ഈച്ച് എന്നൊക്കെ പറയും. ഇറ്റ് ഹാസ് എ നോമിനൽ വാല്യൂ, ബട്ട് എ സ്റ്റോക്ക് ഹാസ് നോ നോമിനൽ വാല്യൂ. തേർഡ് ഡിഫറൻസ്, ഷെയർസ് ക്യാൻ ബി ഫുള്ളി പെയ്ഡ് അപ്പ് ഓർ പാർട്ട്ലി പെയ്ഡ് അപ്പ്. പക്ഷേ സ്റ്റോക്ക് ഇസ് ഓൾവേസ് ഫുള്ളി പെയ്ഡ് അപ്പ്. അതായത് ഓൺലി ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റോക്ക്. ദ നെക്സ്റ്റ് ഡിഫറൻസ്, എ ഷെയർ ഹാസ് എ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ വിച്ച് ഡിസ്റ്റിങ്വിഷസ് ഇറ്റ് ഫ്രം അതർ ഷെയർസ്. നേരെ മറിച്ച് സ്റ്റോക്ക് ബെയർസ് നോ സച്ച് നമ്പർ. മനസ്സിലായല്ലോ? ദെൻ എ ഷെയർ ഇസ് ട്രാൻസ്ഫേർഡ് ഓൺലി ഇൻ മൾട്ടിപ്പിൾസ് ഓഫ് 1. അതായത് ഒരു ഷെയർ അല്ലെങ്കിൽ 10 ഷെയർ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റോക്ക് എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻസ്. ഓക്കെ, ഇനി ഓൾ ദ ഷെയർസ് ഓഫ് എ ക്ലാസ് ആർ ഓഫ് ഈക്വൽ ഡിനോമിനേഷൻ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർസ് 1 lakh ഷെയർസ് ഓഫ് 10 ഈച്ച് എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഒരു ക്ലാസ് ഓഫ് ഷെയർസ് ആണ്, അതിന് ഈക്വൽ ഡിനോമിനേഷൻ ആയിരിക്കും. സ്റ്റോക്ക് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. അതായത് ക്യാപിറ്റൽ റേസ്ഡ് ബൈ ഇഷ്യൂ ഓഫ് ഷെയർസ് ഇസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. സോ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് മേ ബി ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. ഫസ്റ്റ് വൺ, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റലിനെ നമ്മൾ എന്തൊക്കെ പറയുന്ന അറിയാം? നോമിനൽ ക്യാപിറ്റൽ, രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. ചുരുക്കി പറഞ്ഞാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ ആസ് പെർ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതായത് മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ടാവും മാക്സിമം എമൗണ്ട് എത്ര ഇഷ്യൂ ചെയ്യാന്നുള്ളത്. അപ്പോൾ ദ ക്യാപിറ്റൽ സോ സ്റ്റേറ്റഡ് ഇസ് കോൾഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓക്കെ, അതിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. എന്താണ്? ഇറ്റ് മീൻസ് സച്ച് ക്യാപിറ്റൽ ആസ് ഇസ് ഓതറൈസ്ഡ് ബൈ ദ മെമ്മോറാണ്ടം ഓഫ് എ കമ്പനി ടു ബി ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പോൾ എത്രയാണോ മാക്സിമം ആ എമൗണ്ട് ഒരു കമ്പനിക്ക് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് റേസ് ചെയ്യാൻ പറ്റുക, ആ മാക്സിമം എമൗണ്ടിനെയാണ് രജിസ്റ്റേർഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ഇഷ്യൂഡ് ക്യാപിറ്റൽ.
ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഓഫേർഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ഇപ്പോൾ മാക്സിമം ഒരു കമ്പനിക്ക് 1 crore ഇഷ്യൂ ചെയ്യാം. 1 crore rupees ഇഷ്യൂ ചെയ്തിട്ട് അങ്ങനെ ഷെയർ ക്യാപിറ്റൽ എന്ന് മാക്സിമം അത്രയാണെങ്കിൽ കമ്പനിക്ക് ചിലപ്പോൾ അത്ര ആവശ്യം വന്നെന്ന് വരില്ല. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഓൺലി 50 lakh ഷെയർസ് ആർ ഇഷ്യൂഡ്. അത്രയ്ക്കുള്ള എമൗണ്ടിനുള്ളത് മതിയെങ്കിൽ 50 lakh rupees മതി എന്ന് വെച്ചാൽ അത്രയും എമൗണ്ടിൻ്റെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ആ പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ഇൻ ദ ഫോം ഓഫ് ഷെയർസ്. അതിനൊരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് ക്യാപിറ്റൽ എന്താണ്? ഇഷ്യൂഡ് ക്യാപിറ്റൽ മീൻസ് സച്ച് ക്യാപിറ്റൽ ആസ് ദ കമ്പനി ഇഷ്യൂസ് ഫ്രം ടൈം ടു ടൈം ഫോർ സബ്സ്ക്രിപ്ഷൻ. ഓക്കെ. ദ നെക്സ്റ്റ് വൺ ഇസ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 50 lakh ഇഷ്യൂ ചെയ്ത് കമ്പനി, അതാണല്ലോ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ. അതിൽ മൊത്തം പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തോളണമെന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എത്രയാണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ ക്യാപിറ്റലിനെയാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുക. സോ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഫോർ വിച്ച് ആപ്ലിക്കേഷൻസ് ആർ റിസീവ്ഡ് ഫ്രം ദി പബ്ലിക്. അപ്പോൾ ഇതിലൊരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത് ഇതാണ്. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ മീൻസ് സച്ച് പാർട്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഇസ് ഫോർ ദ ടൈം ബീയിങ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഓക്കെ. സോ നെക്സ്റ്റ് വൺ, കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് അപ്പ് ബൈ ദി കമ്പനി. അതായത് ഇപ്പം 50 lakh ഇഷ്യൂ ചെയ്ത് അതിൽ 40 lakh പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്ത് ആ 40 lakhും ഒരുമിച്ച് കമ്പനിക്ക് കിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ മണി കോൾ ഫോർ ചെയ്യും, പിന്നെ അലോട്ട്മെൻറ്റ് മണി, പിന്നെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി ആപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തു, അലോട്ട്മെൻറ്റ് മണി കിട്ടി, ഫസ്റ്റ് കോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്രയും എമൗണ്ട് നമുക്ക് കോൾഡ് അപ്പ് എന്ന് പറയാം. അപ്പോൾ കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഭാഗമാണോ കമ്പനി കോൾ ഫോർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് അപ്പ് ബൈ ദി കമ്പനി. ഇപ്പോൾ എ കമ്പനി ഡസ് നോട്ട് കോൾ അറ്റ് വൺസ് ദ ഫുൾ എമൗണ്ട് ഓൺ ഈച്ച് ഓഫ് ദി ഷെയർസ് ഇറ്റ് ഹാസ് അലോട്ടഡ് ആൻഡ് കോൾഡ് അപ്പ് ദ ഓൺലി എമൗണ്ട് ആസ് ഇറ്റ് നീഡ്സ് എന്നാണ് പറയുന്നത്. ഇനി ഇപ്പം 10 rupees ഉള്ള ഷെയറാണ്, അതിൽ ആപ്ലിക്കേഷൻ മണി 4, അലോട്ട്മെൻറ്റ് മണി 2, ഫസ്റ്റ് കോൾ 1, അങ്ങനെയാണ് 7 rupees കോൾഡ് അപ്പ് എന്ന് പറയും. അപ്പോൾ അൺകോൾഡ് എന്ന് പറയുന്നത് എത്രയാണ്? ബാക്കി വിളിക്കാനുള്ള 3 rupeesനെയാണ്. ഇപ്പോൾ 10 ആണ് നോമിനൽ വാല്യൂ എങ്കിൽ 3 rupees എന്തായിരിക്കും? അൺകോൾഡ് ക്യാപിറ്റൽ. അപ്പോൾ ആ ബാലൻസ് എമൗണ്ടിനെയാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. കോൾഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് മീൻസ് സച്ച് പാർട്ട് ഓഫ് ദ ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ കോൾഡ് ഫോർ പേയ്മെൻറ്റ്. ഓക്കെ. ദെൻ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ 7 rupees വെച്ചിട്ട് ഇതുവരെ വിളിച്ചിട്ടുണ്ട് കമ്പനി, പക്ഷേ ചിലപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് എന്താവും? കൊടുക്കാൻ ഫെയിലാവും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? It is part of called up capital that the members of company or shareholders have paid. മനസ്സിലായല്ലോ? അപ്പം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് പാർട്ട് ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ അഗെയിൻസ്റ്റ് വിച്ച് പേയ്മെൻറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം ദ മെമ്പർ ഓൺ ദി റെസ്പെക്റ്റീവ് ഷെയർ ഇൻ റെസ്പോൺസ് ടു ദി കോൾസ് മെയ്ഡ് ബൈ ദി കമ്പനി. സെക്ഷൻ 2 സബ്സെക്ഷൻ 64 പറയുന്നുണ്ട് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ shares paid up means aggregate amount of money credited as paid up as is equivalent to the amount received as paid up in respect of shares issued, and also includes any amount credited as paid up in respect of shares of the company, but it does not include any other amount received in respect of such shares by whatever name called. Okay. ഇനി അടുത്തത് റിസർവ് ക്യാപിറ്റലാണ്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദാറ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് ഇസ് നോട്ട് കോൾഡ് ബൈ ദി കമ്പനി എക്സെപ്റ്റ് ഇൻ ദ ഈവൻറ്റ് ഓഫ് കമ്പനി ബീങ് വോണ്ട് അപ്പ്. അതായത് കമ്പനീൻ്റെ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി മാത്രമേ ഈ ഷെയർ ക്യാപിറ്റൽ ഈ എമൗണ്ട് വിളിക്കുകയുള്ളൂ കമ്പനി. അതുവരെ അത് റിസർവ് ആക്കി വെക്കും. അങ്ങനെയുള്ള ക്യാപിറ്റലിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ മേ ബി ക്രിയേറ്റഡ് ബൈ മീൻസ് ഓഫ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി ഇൻ ഇറ്റ്സ് ജനറൽ മീറ്റിംഗ്.
It is that portion of uncalled share capital which can be called only in case of winding up. മനസ്സിലായോ? റിസർവ് ക്യാപിറ്റൽ ഇത് നിങ്ങളെ ടെക്സ്റ്റിലില്ല. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടേം ഉണ്ട്. നമ്മൾ കുറേ അക്കൗണ്ടിങ്ങിലൊക്കെ കേട്ടിട്ടുണ്ട് ക്യാപിറ്റൽ റിസർവ് എന്താണെന്നുള്ളത്. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ് നോട്ട് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആസ് ഡിവിഡൻഡ്. അതിനെയാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയാം. അപ്പം മാറിപ്പോവരുത് റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവ്. Okay.